എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നത് എന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്ത് എല്ലായിടത്തും ഒരേ അളവിലല്ല താപം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കൂടുതൽ താപം ലഭിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ കുറച്ച് താപമാണ് കിട്ടുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് കൂടുതൽ താപം കിട്ടുന്നുണ്ട്, ചില സമയത്ത് കുറച്ച് താപമാണ് ലഭിക്കുന്നത്. അപ്പം എന്ത് ഘടകങ്ങളാണ് ഈ താപവിതരണത്തെ സ്വാധീനിക്കുന്നത്, ഏതൊക്കെ ഘടകങ്ങളാണ് എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒന്നാമത്തെ ഘടകം അക്ഷാംശീയ സ്ഥാനമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നതാണ്. നാലാമത്തെ ഘടകം സമുദ്രത്തിൽ നിന്നുള്ള അകലമാണ്. അഞ്ചാമത്തെ ഘടകം സമുദ്രജല പ്രവാഹങ്ങളാണ്. ആറാമത്തെ ഘടകം ഭൂപ്രകൃതിയാണ്. അപ്പം നിങ്ങൾ നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇങ്ങനെ അതായത് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ആ ഹെഡിങ് എഴുതുക, താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എന്നിട്ട് താഴോട്ട് ആദ്യം ഏതൊക്കെ ഘടകങ്ങളെന്ന് നമ്പർ 1 തൊട്ട് നമ്പർ 6 വരെ എഴുതുക. അക്ഷാംശീയ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങൾ, അതുപോലെ ഭൂപ്രകൃതി. ഇത് ആദ്യം 6 താഴോട്ടേക്ക് എഴുതി വെക്കുക, അത് പഠിക്കുക. എന്നിട്ട് ഇത് ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിച്ച് ചെറിയ ചെറിയ സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിയാൽ മതി. അല്ലാതെ നമുക്കിത് മൊത്തത്തിൽ ഓരോന്ന് എടുത്ത് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ചിലപ്പം ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അക്ഷാംശീയ സ്ഥാനം നോക്കാം. അക്ഷാംശീയ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഭൂമിയിൽ നമുക്ക് പലപ്പോഴും ഗ്ലോബ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഗ്ലോബിനെ കണക്കാക്കുകയാണെങ്കിൽ ഞാനിവിടെ സൈഡിൽ വരയ്ക്കുന്ന പോലെ ഇത് ഇങ്ങനെ നമുക്ക് ചില രേഖകൾ വരയ്ക്കാൻ സാധിക്കും. ഇതാണ് അക്ഷാംശം എന്ന് പറയുന്നത്. എന്നാൽ ഗ്ലോബിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളുണ്ട്, അതാണ് രേഖാംശം എന്ന് പറയാറുള്ളത്. ശരിക്ക് ഈ അക്ഷാംശം എന്ന് പറയുന്നതൊക്കെ ഓരോ വൃത്തം തന്നെയാണ്. ശരിക്കും നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറഞ്ഞ് വരയ്ക്കുന്നത് ശരിക്ക് 0 ഡിഗ്രി മുതൽ ഭൂമധ്യരേഖ മുതൽ പിന്നീട് വരയ്ക്കുന്ന വൃത്തങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മളതിനെ രേഖകളായിട്ട് കണക്കാക്കാറുണ്ട്. അതെന്തോ ആവട്ടെ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും അക്ഷാംശീയ സ്ഥാനം, നിങ്ങൾ അക്ഷാംശീയ സ്ഥാനം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ഓരോരോ സ്ഥലങ്ങൾ ഓരോരോ അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭൂമിയിലെ സ്ഥലങ്ങൾ ഓരോന്നും ചില അക്ഷാംശങ്ങൾക്കും ചില രേഖാംശങ്ങൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഇന്ത്യ ഈ ഭൂമിയിൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഇവിടെ നിൽക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് നിൽക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനത്തിന് ചില പ്രത്യേക അക്ഷാംശ സ്ഥാനവും ഉണ്ട് അല്ലേ? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ചില അക്ഷാംശ സ്ഥാനവും ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യക്ക് ചില രേഖാംശീയ സ്ഥാനവും ഉണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് ഇന്ത്യ നിൽക്കുന്നത് അല്ലേ? അപ്പം ഇതുപോലെ തന്നെ നമ്മളിപ്പം ബ്രസീൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പെയിൻ പറയുകയാണ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇതുപോലെ വേറെ വേറെ അക്ഷാംശങ്ങൾക്കിടയിലും വേറെ വേറെ രേഖാംശങ്ങൾക്കിടയിലുമായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിത് സ്ഥാനം, ഓരോ രാജ്യവും നിൽക്കുന്ന സ്ഥാനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അക്ഷാംശീയ സ്ഥാനവും അതുപോലെ തന്നെ രേഖാംശീയ സ്ഥാനവും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്ത അക്ഷാംശീയ സ്ഥാനങ്ങളാണ് ഭൂമിയിലുള്ളത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില അക്ഷാംശ സ്ഥാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖ എന്ന് പറയുന്ന അക്ഷാംശ രേഖയാണ്. 0 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമധ്യരേഖ എന്ന് പറയുന്ന അക്ഷാംശീയ രേഖയാണ്. പിന്നെ 23 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ എന്നറിയപ്പെടുന്നു. 23 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ എന്നറിയപ്പെടുന്നു. 66 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തം എന്നറിയപ്പെടുന്നു. 66 ഡിഗ്രി തെക്ക് അന്റാർട്ടിക് വൃത്തം എന്നറിയപ്പെടുന്നു. 90 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവം എന്നറിയപ്പെടുന്നു. 90 ഡിഗ്രി തെക്ക് ദക്ഷിണ ധ്രുവം എന്നറിയപ്പെടുന്നു. അപ്പം 90 ഡിഗ്രി ഭൂമധ്യരേഖ മുതൽ 90 ഡിഗ്രി വരെ വടക്കോട്ടും ഭൂമധ്യരേഖ മുതൽ 90 ഡിഗ്രി വരെ തെക്കോട്ടേക്കും എന്തുണ്ട്? നമ്മുടെ അക്ഷാംശം ഉണ്ട്, അക്ഷാംശ രേഖകളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ
അക്ഷാംശീയ രേഖകൾ വരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളാണ് നമ്മൾ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ആർട്ടിക് വൃത്തം, ഉത്തരധ്രുവം എന്നൊക്കെ പറയുന്നത്. ഇതിനിടയിൽ 0 മുതൽ ഇങ്ങനെ ഇപ്പോൾ ഉത്തരായന രേഖയ്ക്കിടയിലേക്ക് വരുമ്പോൾ 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി അങ്ങനെ ഉണ്ട് അല്ലേ. അങ്ങനെ 90 വരെ വടക്കോട്ടും 90 ഡിഗ്രി വരെ തെക്കോട്ടേക്കും എന്തുണ്ട്, അക്ഷാംശീയ രേഖകളുണ്ട്. അപ്പോൾ ഓരോരോ രാജ്യങ്ങളും സ്ഥിതി ചെയ്യുന്നത്, ഓരോരോ പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ചില ഓരോരോ അക്ഷാംശങ്ങൾക്കിടയിലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഒന്നിന് തുല്യമായിരിക്കില്ല. അപ്പോൾ ഇന്ത്യ നിൽക്കുന്ന അക്ഷാംശീയ സ്ഥാനത്തിന് തുല്യമായിരിക്കില്ല പാകിസ്ഥാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ചൈന നിൽക്കുന്നത്, അല്ലെങ്കിൽ ജപ്പാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ബ്രസീൽ നിൽക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ അക്ഷാംശീയ സ്ഥാനങ്ങളുണ്ട്. ഇനി നമ്മുടെ സൂര്യരശ്മികളുടെ പ്രത്യേകത നോക്കൂ. സൂര്യരശ്മികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പുതിയൊരു പേജ് എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് വരക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ സൂര്യനെ വരയ്ക്കുകയാണ്. പിന്നെ ഇവിടെ ഞാൻ ഭൂമിയെ വരയ്ക്കും. ഭൂമി സൂര്യനേക്കാൾ ചെറുതാണ്, അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി വരയ്ക്കാം. അപ്പം ഇത് ഭൂമി. അപ്പം സൂര്യരശ്മികൾ കുത്തനെ പതിക്കുന്നത് അത് ഭൂമധ്യരേഖയ്ക്ക് നേരെയായിട്ടാണ്. പിന്നീട് 90 ഡിഗ്രി വരെ വടക്കോട്ടും 90 ഡിഗ്രി വരെ തെക്കോട്ടേക്കും പോകുമ്പോൾ സൂര്യരശ്മികൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ, അതായത് 0 ഡിഗ്രിയിലോട്ടേക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി. എന്നാൽ 90 ഡിഗ്രി ബാക്കി നമ്മുടെ ഈ 0-ന് ശേഷം വടക്കോട്ടേക്കും തെക്കോട്ടേക്കും ഓരോരോ അക്ഷാംശങ്ങളിലേക്കും കൂടുതൽ ദൂരം സൂര്യരശ്മികൾക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും വടക്കോട്ടേക്കും തെക്കോട്ടേക്കും അക്ഷാംശീയ രേഖകൾ മാറും തോറും സൂര്യരശ്മികൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ സൂര്യരശ്മികൾക്ക് ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭൂമധ്യരേഖയിൽ കുറച്ച് ദൂരം സൂര്യരശ്മികൾക്ക് സഞ്ചരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖ അതിനോട് ചേർന്ന് കിടക്കുന്ന അക്ഷാംശീയ പ്രദേശങ്ങളിലൊക്കെ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു, വർഷം മുഴുവൻ ലംബമായി പതിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ചൂട് ലഭിക്കുന്നു. എന്നാൽ അതിനുശേഷമുള്ള പ്രദേശങ്ങളിലേക്ക് സൂര്യരശ്മികൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഊർജ്ജ നഷ്ടമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടേക്കും തെക്കോട്ടേക്കും അകലും തോറും താപനില കുറഞ്ഞു വരും. അങ്ങനെ 90 ഡിഗ്രികൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് ഉത്തരധ്രുവത്തിലേക്കും ദക്ഷിണധ്രുവത്തിലേക്കും പോകും തോറും എന്ത് സംഭവിക്കും, അത് ചൂട് കുറഞ്ഞ് തണുപ്പ് അല്ലെങ്കിൽ മൈനസ് ഡിഗ്രിയിലേക്ക് അത് താപനില പോവാറുണ്ട്. അപ്പം നമ്മുടെ ഓരോ രാജ്യവും ഏത് അക്ഷാംശങ്ങൾക്കിടയിലാണ് നിൽക്കുന്നത് എന്നത് പ്രകാരം സൂര്യരശ്മികൾ കൊടുക്കുന്ന ഊർജ്ജത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഭൂമധ്യരേഖ പോലുള്ള പ്രദേശങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നല്ല ചൂടാണ്, കാര്യം സൂര്യരശ്മികൾക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി. എന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ 90 ഡിഗ്രി ഈ ഭാഗങ്ങളിലേക്ക് പോകും തോറും ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും ഭൂമധ്യരേഖയിൽ ഏറ്റവും കൂടുതൽ താപനില കിട്ടും. അതിനുശേഷം കുറഞ്ഞു വരും. ഈ ഉത്തരധ്രുവത്തിലോട്ടേക്കും ദക്ഷിണധ്രുവത്തിലോട്ടേക്കൊക്കെ നമ്മൾ ഈ അന്റാർട്ടിക്ക, ആർട്ടിക് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേക്കും അവിടെ പൂർണ്ണമായിട്ടും ചൂട് വളരെ കുറച്ച് ലഭിക്കുകയും അവിടെ തണുപ്പാണ്, മൈനസ് ഡിഗ്രിയിലേക്ക് പോവുകയും ചെയ്യും. ഈ അന്റാർട്ടിക്കയുടെയും ആർട്ടിക്കിൻ്റെയൊക്കെ പ്രത്യേകത അവിടെ 6 മാസത്തിലൊരിക്കൽ മാത്രമാണ് സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം സൂര്യൻ ഉദിക്കാത്ത നാട് എന്ന പേരിൽ പോലും ഈ പ്രദേശങ്ങൾ അറിയപ്പെടാറുണ്ട്. അപ്പം അത്രയും തണുപ്പുള്ള പ്രദേശമാണ്. അപ്പം ഓരോ രാജ്യവും ഏത് അക്ഷാംശങ്ങൾക്കിടയിൽ നിൽക്കുന്നു, ഭൂമധ്യരേഖയ്ക്ക് തൊട്ടടുത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഭൂമധ്യരേഖയുമായിട്ട് അകന്നാണ് നിൽക്കുന്നത്, ഇതനുസരിച്ചിട്ട് അവിടങ്ങളിൽ ലഭിക്കുന്ന ചൂട് കൂടുകയും കുറയുകയും ചെയ്യും. വളരെ ഭൂമധ്യരേഖയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ ചൂട് കുറവായിരിക്കും. എന്നാൽ ഭൂമധ്യരേഖയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ അവിടെ ചൂട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോട് അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞു പതിക്കുന്നു. അതിനാൽ ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭൂമധ്യരേഖ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും അകന്ന് പോകുമ്പോൾ സൂര്യരശ്മികൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു, കൂടുതൽ ഊർജ്ജനഷ്ടമുണ്ടാകുന്നു, അതുകൊണ്ട് കുറഞ്ഞ താപനില ലഭിക്കുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഭൂമിയുടെ ആകൃതി തന്നെയാണ്. ഭൂമി ഒരു ഗോളാകൃതി ആയതിനാലാണ് ഈ സംഭവങ്ങൾ സംഭവിക്കുന്നത്.
ഭൂമി ഒരു ഗോളാകൃതി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അല്ല. പക്ഷേ ഗോളാകൃതി ആയതും ഭൂമിയുടെ ഒരു ആകൃതിയുടെ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് ഈ പറഞ്ഞ പോലെ സൂര്യരശ്മികൾ ചിലയിടങ്ങളിൽ കുത്തനെ ലഭിക്കുന്നതിനും ചിലയിടങ്ങളിൽ വളരെ ചെരിഞ്ഞു പതിക്കുന്നതിനുമൊക്കെ കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാണ് താപനില ഓരോ അക്ഷാംശങ്ങൾക്കിടയിൽ ലഭിക്കുന്നത്, അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ അക്ഷാംശങ്ങൾക്കിടയിൽ നിൽക്കുന്ന രാജ്യങ്ങളെ നമുക്ക് ചില പ്രത്യേക മേഖലകളാക്കിയിട്ട്, പ്രത്യേക താപീയ മേഖലകളാക്കിയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഭൂമധ്യരേഖയോട് അടുത്ത് നിൽക്കുമ്പോൾ ചൂട് കൂടുതലുള്ള മേഖലകൾ, ഭൂമധ്യരേഖയിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് അകന്നകന്ന് പോകുമ്പോൾ ചൂട് അതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച മേഖലകൾ, ഇങ്ങനെ വ്യത്യസ്ത താപീയ മേഖലകളായി ലോകത്തെ നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഏതൊക്കെയാണ് താപീയ മേഖലകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് താപീയ മേഖലകൾ. താപീയ മേഖലകൾ ഇത് പരീക്ഷയ്ക്ക് വരച്ച് നിങ്ങളോട് അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കും. 0 ഡിഗ്രി മുതൽ, അതായത് ഭൂമധ്യരേഖ മുതൽ 23.5 ഡിഗ്രി വടക്ക്, 23.5 ഡിഗ്രി തെക്ക്, ഇത്രയും, അതായത് 47 ഡിഗ്രിയോളം വരും അല്ലേ. ഇത്രയും ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഉഷ്ണമേഖല എന്നാണ്. എന്താണ്? ഉഷ്ണമേഖലകൾ എന്നാണ്. അപ്പോൾ അതായത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഇത്രയും സ്ഥലങ്ങൾ അല്ലേ, ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖ അതുമുതൽ 23.5 ഡിഗ്രി വടക്കും 23.5 ഡിഗ്രി തെക്കും, ഇത്രയും സ്ഥലങ്ങളിലാണ് ചൂട് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 23.5 ഡിഗ്രി വടക്കും 23 ഡിഗ്രി തെക്കും ഇത്രയും ഇടയിലുള്ള ഈ ഭാഗങ്ങൾ 0 ഡിഗ്രി മുതൽ, ഭൂമധ്യരേഖ മുതൽ 23 ഡിഗ്രി വടക്കും 23 ഡിഗ്രി തെക്കും ഉൾപ്പെടുന്ന ഈ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര് ഉഷ്ണമേഖല എന്ന പേരിലാണ്, ഉഷ്ണമേഖലകളാണ്. ഓക്കെ, ഇനി അതിനുശേഷം അങ്ങോട്ടേക്ക് ഉള്ള പ്രദേശങ്ങൾ നോക്കുമ്പോൾ സൂര്യരശ്മികൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 23 ഡിഗ്രി വടക്കിനും 23 ഡിഗ്രി തെക്കിനും ശേഷം ഒരു 66.5 വരെയുള്ള ഭാഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതാണ് മിതോഷ്ണ മേഖലകൾ. ഇതാണ് മിതോഷ്ണ മേഖലകൾ. 23.5 ഡിഗ്രി വടക്കിനും 66 ഡിഗ്രി വടക്കിനും ഇടയിലും, അതുപോലെ തന്നെ 23 ഡിഗ്രി തെക്കിനും 66 ഡിഗ്രി തെക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഈ മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള മിതോഷ്ണ മേഖലകൾ. അത് വടക്കാണെങ്കിൽ നമ്മൾ ഉത്തര മിതോഷ്ണ മേഖല എന്നും, തെക്കായതുകൊണ്ട് അതിനെ ദക്ഷിണ മിതോഷ്ണ മേഖല എന്ന പേരിൽ കൂടി വ്യത്യസ്ത പേരുകളായിട്ട് വിളിക്കുന്നുണ്ട്. രണ്ടും മിതോഷ്ണ മേഖലകൾ എന്നാണ് പൊതുവേ പറയാറുള്ളത്. അപ്പോൾ ഇതൊരു മിതോഷ്ണ മേഖലയാണ്, ഇത് മറ്റൊരു മിതോഷ്ണ മേഖലയാണ്. ഇത് വടക്കായതുകൊണ്ട് അതിനെ ഉത്തര മിതോഷ്ണ മേഖല എന്ന് വിളിച്ചു, ഇത് തെക്കായതുകൊണ്ട് ഇതിനെ ദക്ഷിണ മിതോഷ്ണ മേഖല എന്ന് വിളിച്ചു. ഇവിടങ്ങളിൽ സൂര്യരശ്മികൾക്ക് കൂടുതൽ ദൂരമായിട്ട് സഞ്ചരിക്കേണ്ടി വരുന്നു. ഈ 66 വരെ ഉള്ള ഭാഗങ്ങളിലേക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉഷ്ണമേഖലയിൽ ലഭിച്ച അത്ര ചൂട് ലഭിക്കില്ല. കൂടുതലും തണുപ്പുള്ള ശൈത്യമേഖലകളാണ് ഈ ഭാഗങ്ങൾ. കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന രാജ്യങ്ങളാണ് ഇവിടങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു രാജ്യം ചൂട് കൂടുതൽ കിട്ടുന്ന സ്ഥലമാണോ ചൂട് കുറവ് കിട്ടുന്ന സ്ഥലമാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ അവർ ഏത് അക്ഷാംശങ്ങൾക്കിടയിൽ നിൽക്കുന്നു എന്ന് നോക്കിയാൽ മതി. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഉഷ്ണമേഖലയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ ഈ 23.5 ഡിഗ്രിക്ക് ഉള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖല രാജ്യമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പൂർണ്ണമായിട്ടും ഉഷ്ണമേഖലയല്ല, ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഉഷ്ണമേഖലയാണ്, മിക്ക ഭാഗങ്ങളും ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് 66 ഡിഗ്രി വടക്കിനും 90 ഡിഗ്രി വടക്കിനും, അതുപോലെ തന്നെ 66 ഡിഗ്രി തെക്കിനും, അതുപോലെ 90 ഡിഗ്രി തെക്കിനും ഇടയിലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളാണ് ശൈത്യമേഖലകൾ എന്നറിയപ്പെടുന്നത്. ശൈത്യമേഖലകൾ 66 ഡിഗ്രി വടക്കിനും 90 ഡിഗ്രി വടക്കിനും ഇടയിലായതുകൊണ്ട്, അത് വടക്കായതുകൊണ്ട് അതിന് മേലുള്ളതിനെ നമ്മൾ ഉത്തര ശൈത്യമേഖല എന്നും, 66 ഡിഗ്രി തെക്കും 90 ഡിഗ്രി തെക്കും അത് തെക്ക് അർദ്ധഗോളത്തിൽ, ദക്ഷിണാർദ്ധഗോളത്തിലായതുകൊണ്ട് അതിനെ ദക്ഷിണ ശൈത്യമേഖല, ഒന്ന് ഉത്തരാർദ്ധഗോളം ആയതുകൊണ്ട് അതിന് ഉത്തര ശൈത്യമേഖല എന്നും മറ്റതിനെ ദക്ഷിണ ശൈത്യമേഖല. നമ്മൾ നേരത്തെ മിതോഷ്ണ മേഖലകളെ ഉത്തരം ദക്ഷിണമെന്ന് പറഞ്ഞതുപോലെ തന്നെ അതാണ് ശൈത്യമേഖലകൾ. ഓക്കെ, അപ്പോൾ ഈ ശൈത്യമേഖലകളുടെ പ്രത്യേകത എന്താ? അവിടങ്ങളിലേക്ക് സൂര്യരശ്മികൾക്ക് വളരെയധികം സഞ്ചരിക്കേണ്ടി വരുന്നു. സൂര്യരശ്മികൾ എത്തുന്നേ ഇല്ല. അപ്പോഴത്തേക്ക് കിട്ടിയാലായി 6 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് സൂര്യൻ ഉദിക്കുന്നത് തന്നെ. അപ്പോൾ തീരെ ചൂട് ലഭിക്കാത്ത സ്ഥലങ്ങളാണ്.
ആ ചൂട് തീരെ ലഭിക്കാത്ത സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ അവ ശൈത്യമേഖലകൾ, അന്റാർട്ടിക്ക, ആർട്ടിക് പോലെയുള്ള പ്രദേശങ്ങളാണ് ഇത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ജീവജാലങ്ങളും ജന്തുജാലങ്ങളും പെൻഗ്വിനൊക്കെ കാണാൻ പറ്റുന്ന അന്റാർട്ടിക്കയിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പം നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? 0 ഡിഗ്രി മുതൽ 23.5 ഡിഗ്രി വടക്കിനും 23.5 ഡിഗ്രി തെക്കിനും ഇടയിൽ ഉള്ള മേഖല ഉഷ്ണമേഖലകൾ അല്ലേ? ഇനി 23.5 ഡിഗ്രിക്കും അതുപോലെ തന്നെ 66 ഡിഗ്രിക്കും ഇടയിലുള്ള ഭാഗങ്ങൾ ഏതാണ്? മിതോഷ്ണ മേഖലകൾ. ഈ മിതോഷ്ണ മേഖലകൾ 23 ഡിഗ്രി വടക്കിനും അതുപോലെ തന്നെ 23 ഡിഗ്രി തെക്കിനും 66 ഡിഗ്രി വടക്കിനും ഇടയിലാണെങ്കിൽ അത് ഉത്തരമിതോഷ്ണ മേഖല. ഇനി 23 ഡിഗ്രി തെക്കിനും 66 ഡിഗ്രി തെക്കിനും ഇടയിലാണെങ്കിൽ അത് ദക്ഷിണമിതോഷ്ണ മേഖല. ഇനി 66 ഡിഗ്രിക്കും അതുപോലെ തന്നെ 90 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ അത് ശൈത്യമേഖലകൾ. ഓക്കെ. ഇനി ഇത് തന്നെ 66 ഡിഗ്രി വടക്കിനും 90 ഡിഗ്രി വടക്കിനും ഇടയിലാണെങ്കിൽ അത് ഉത്തര ശൈത്യമേഖല. എന്നാൽ 66 ഡിഗ്രി തെക്കിനും 90 ഡിഗ്രി തെക്കിനും ഇടയിലാണെങ്കിൽ അത് ദക്ഷിണ ശൈത്യമേഖല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ താപീയ മേഖലകൾ എന്നറിയപ്പെടുന്നത്. ഉഷ്ണമേഖല, മിതോഷ്ണ മേഖലകൾ, ശൈത്യമേഖലകൾ. ഓക്കെ. അപ്പം ഇവ നമ്മൾ പിന്നെ വടക്കും തെക്കും വെച്ചിട്ട് ഉത്തരം ദക്ഷിണം എന്ന് എഴുതാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ഉള്ളൂ. ഏതൊക്കെയാണ്? ഉഷ്ണമേഖലകൾ, മിതോഷ്ണ മേഖലകൾ, അതുപോലെ തന്നെ നമ്മുടെ ശൈത്യമേഖലകൾ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഘടകം. എന്തിനെ സ്വാധീനിക്കുന്ന? നമ്മുടെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം അക്ഷാംശീയ സ്ഥാനമാണ്. അതെങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഏത് രാജ്യം ഏത് അക്ഷാംശത്തിന് ഏത് മേഖലയ്ക്കുള്ളിലാണോ നിൽക്കുന്നത് അതനുസരിച്ച് ആയിരിക്കും അവിടുത്തെ ചൂട് ലഭിക്കുന്നത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ്. നോക്കാം. ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കും സൂര്യൻ ഏറ്റവും കൂടുതൽ നമ്മൾ മേലെയാണല്ലോ, അപ്പോൾ മേലേക്ക് പോകുന്തോറും ഉയരങ്ങളിലേക്ക് പോകുന്തോറും ചൂട് കൂടുതലല്ലേ ആവേണ്ടതെന്ന്. എന്നാൽ അങ്ങനെയല്ല. സൂര്യൻ ചൂട് പിടിപ്പിക്കുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു. സൂര്യനിൽ നിന്നുള്ള ഇൻസൊലേഷൻ വഴി ചൂട് ആദ്യം പിടിപ്പിക്കുന്നത് ആരെയാണ്? നമ്മുടെ ഉപരിതലത്തെയാണ്. പിന്നീട് അങ്ങോട്ടേക്കാണ് വ്യത്യസ്ത പ്രക്രിയകളിലൂടെ, അതിന് നമ്മൾ താപവിതരണ പ്രക്രിയകളായിട്ട് നമ്മൾ കണ്ടു അല്ലേ? ആ താപവ്യാപന പ്രക്രിയകൾ, താപചാലനവും അഭിവഹനവും സംവഹനവും അതുപോലെ തന്നെ നമ്മുടെ ഭൗമവികിരണവും ഒക്കെ വഴിയാണ് പിന്നീട് അന്തരീക്ഷം ചൂട് പിടിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചൂട് കൂടുതലല്ലേ വേണ്ടതെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഒരു പ്രദേശം ഉയരമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ചൂട് കുറവായിരിക്കും, തണുപ്പായിരിക്കും കൂടുതൽ പ്രബലമായി നിൽക്കുന്നത്. എന്നാൽ ഉയരം കുറയുന്നതിനനുസരിച്ചിട്ട് ചൂട് കൂടുതലായിരിക്കും. അപ്പം ഓരോ കിലോമീറ്റർ നമ്മൾ ഉയരത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 6.4 ഡിഗ്രി സെൽഷ്യസ് വീതം എന്ത് ചെയ്യും? താപനില കുറഞ്ഞു വരും. ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനെ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 0 കിലോമീറ്റർ, അവിടെ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോയി, അപ്പോൾ അവിടെ 6.4 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു, 23.6 ഡിഗ്രി സെൽഷ്യസ് ആയി. 2 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോയപ്പം വീണ്ടും കുറഞ്ഞു. അങ്ങനെ ഒരു 5 കിലോമീറ്റർ പോയപ്പോൾ നോക്കൂ, -, ഡിഗ്രിയിലേക്കാണ് പോകുന്നത് അല്ലേ? 6 കിലോമീറ്റർ ആയപ്പോൾ അവിടെ എത്രയായിരിക്കും? ഈ -2 ഇതിൽ നിന്ന് നമ്മൾ 6.4 വീണ്ടും കുറക്കണം.
അപ്പോൾ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? -8.6 വരുന്നുണ്ടായിരിക്കാം. മൈനസ് 10ലേക്ക്. അപ്പോൾ ഓരോ കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും 6.4 ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞു വരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. ഇങ്ങനെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞു വരുന്ന ഈ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ക്രമമായ താപനഷ്ട നിരക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതാ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവേ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? നിങ്ങളൊക്കെ ടൂർ പോകുന്ന ആൾക്കാരാണ് അല്ലേ? പലപ്പോഴും മൂന്നാറിലോട്ടേക്കും ഊട്ടിയിലോട്ടേക്കും കൊടൈക്കനാലിലോട്ടേക്കും ടൂർ പോകുമ്പോൾ അവിടെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം എന്താ? നമ്മൾ പോകുന്ന പ്രദേശങ്ങളിലേക്കാൾ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഓരോ കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും 6.4 ഡിഗ്രി സെൽഷ്യസ് വീതം താപനില കുറഞ്ഞു വരും. ഈ പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക്, എന്താണ്? ക്രമമായ താപനഷ്ട നിരക്ക് എന്ന പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ 1-2 മാർക്കിന് നിങ്ങളോട് ചോദിക്കാം എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്നുള്ളത്. ഇനി താപവിതരണത്തെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്. കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ കാര്യമെന്നറിയാമോ? നമ്മുടെ കരയുടെയും കടലിൻ്റെയും പ്രത്യേകത നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ സമുദ്രത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. നമ്മളെ ചില മനുഷ്യന്മാരെ പോലെയാണ്. പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. എന്നാൽ കടൽ, സമുദ്രം എന്ന് പറയുന്നത് സാവധാനമേ ചൂടാവുകയുള്ളൂ, ചൂടായിക്കഴിഞ്ഞാൽ സാവധാനമേ തണുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പകൽ സമയത്ത് കരയാണോ കടലാണോ ആദ്യം ചൂട് പിടിക്കുക? കരയായിരിക്കും. കാര്യം എന്താ? പകൽ സമയത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആര് ചൂടാവും? നമ്മുടെ കര ചൂടാവും. അപ്പോൾ പകൽ സമയത്ത് ആര് ചൂടാവുന്നുണ്ടോ? കടൽ ചൂടാവുന്നുണ്ടോ? ഇല്ല. എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം കര പെട്ടെന്ന് തണുക്കും, ആ ചൂട് പോയി. പക്ഷേ രാവിലെ മുതൽ ചൂടായി സാവധാനം ചൂടാവുന്ന സമുദ്രം, സാവധാനം ചൂടായിക്കൊണ്ടിരുന്ന ഈ കടൽ എന്ന് പറയുന്ന ആൾ രാത്രി ആകുമ്പോഴത്തേക്കാണ് ചൂടായി വരുന്നത്. ഓക്കെ, അപ്പം കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു. എന്നാൽ കടൽ സാവധാനമാണ് ചൂടാവുന്നത്, സാവധാനമാണ് തണുക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എഴുതിയ കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പറയാം. സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവായിരിക്കും. നോക്കൂ, അപ്പം നല്ല വേനൽക്കാലമാണെങ്കിൽ കരയിൽ എന്താണ്? കര പെട്ടെന്ന് ചൂടാവും എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം, അത് ഈ വേനൽക്കാലത്തുള്ള ചൂടെന്ന് പറയുന്നത് കരയിൽ പെട്ടെന്നാണ്. അപ്പോൾ കരയിൽ പെട്ടെന്ന് ചൂടാവും. അതുപോലെ തന്നെ കരയിൽ ശൈത്യകാലമാണെങ്കിൽ പെട്ടെന്ന് എന്താവും? തണുക്കും. അതുകൊണ്ട് ശൈത്യകാലത്ത് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യില്ല. അപ്പോൾ കരയിൽ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അപ്പോൾ കരയും കടലും അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ പ്രദേശം കരയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണോ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണോ എന്നുള്ളതൊക്കെ ഒരു ഘടകമാണ്. കരഭാഗങ്ങളിൽ പെട്ടെന്ന് ചൂടാവുന്നു, കടൽ ഭാഗങ്ങളിൽ അത്ര പെട്ടെന്ന് ചൂടാവില്ല. ഓക്കെ, ഇനി തണുപ്പാണെങ്കിലും കരയിൽ പെട്ടെന്ന് തണുക്കുന്നു, കടൽ അത്ര പെട്ടെന്ന് തണുക്കില്ല. അപ്പോൾ ഇതാണ്. അപ്പം ഈ ഘടകവും എന്താണ്? നമ്മുടെ ഭൂമിയിൽ കര മാത്രമല്ലല്ലോ ഉള്ളത്, കടലും ഉണ്ടല്ലോ. അപ്പോൾ കരയും കടലും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് അവിടെ ചൂട് അല്ലെങ്കിൽ താപം വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഘടകമാണ്. ഇനി നാലാമത്തെ ഘടകം സമുദ്രത്തിൽ നിന്നുള്ള അകലം. സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഇവിടെ രണ്ട് പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കൊടുത്തുള്ളത്. ഇത് അറേബ്യൻ സീ ആണ്, അതായത് നമ്മുടെ അറബിക്കടലാണ്. ഇത് നമ്മുടെ ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടലാണ്. ഇവിടെ എ എന്ന് പറഞ്ഞൊരു പ്രദേശം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബി എന്ന് പറയുന്ന ഒരു പ്രദേശം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ എ എന്ന് പറഞ്ഞ പ്രദേശം എവിടെയാണ്? കുറച്ചും കൂടെ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ബി എന്ന് പറഞ്ഞ പ്രദേശം
കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമല്ല അല്ലേ, കടൽ ഇവിടെയാണ് അല്ലേ, ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും ബി എന്ന് പറയുന്നത് കടലിൽ നിന്ന് വിട്ട് കിടക്കുന്ന പ്രദേശവുമാണ്. അപ്പോൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന വേറെയും പ്രദേശങ്ങളുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് കേരളമാണ്. കേരളമൊക്കെ കടലിനോട് ചേർന്ന്, നമ്മളൊക്കെ തീരപ്രദേശത്തിൻ്റെ ആൾക്കാരാണ്, നമ്മളും തമിഴ്നാടും ഒക്കെ. ഓക്കെ, എന്നാൽ തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ അങ്ങനെ ഭാഗങ്ങളൊക്കെ. എന്നാൽ ഈ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങൾ, ഇതൊന്നും എന്തല്ല, യു പി പോലുള്ള സ്ഥലങ്ങൾ, ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളൊന്നും എന്തല്ല, കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളല്ല, കടലിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. സമുദ്രതീര പ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഡെയിലി, നമ്മുടെ എല്ലാ ദിവസവും നടക്കുന്ന രണ്ട് കാറ്റുകളുണ്ട്. അതൊന്ന് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ്. ആ കാറ്റിനെ നമ്മൾ കരക്കാറ്റ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ കടലിൽ നിന്ന് തിരിച്ച് കരയിലോട്ടേക്ക് കാറ്റ് വീശാറുണ്ട്. ആ കാറ്റിനെ നമ്മൾ കടൽക്കാറ്റ് എന്ന് പറയും. അപ്പോൾ എല്ലാ ദിവസവും ആരുണ്ട്? കരക്കാറ്റുമുണ്ട്, അതുപോലെ തന്നെ കടൽക്കാറ്റുമുണ്ട്. ഇതെവിടെയാണ് വീശാറുള്ളത്? ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന കരഭാഗത്ത് നിന്ന് കടലിലേക്ക് വീശുന്നു, അത് കരക്കാറ്റ്. ഇനി കടലിനോട് ചേർന്ന് കിടക്കുന്ന കരഭാഗത്തേക്ക് കാറ്റ് വീശുന്നു, അത് കടൽക്കാറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കരക്കാറ്റ് എന്ന് പറയുന്നത് പകലാണ്. കടൽക്കാറ്റ് എന്ന് പറയുന്നത് കരക്കാറ്റ് എന്ന് പറയുന്നത് രാത്രിയിൽ വീശുന്ന കാറ്റാണ്. കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റ് രാത്രിയിലാണ്. എന്നാൽ കടലിൽ നിന്ന് കരയിലോട്ടേക്ക് വീശുന്ന കടൽക്കാറ്റ് എന്ന് പറയുന്നത് അത് പകലാണ്. അപ്പോൾ ഇതെവിടെ ഉണ്ടാവുള്ളൂ? കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലല്ല ഇതുണ്ടാവുള്ളൂ. കടലിനോട് ചേർന്ന് കിടക്കാത്ത പ്രദേശങ്ങളിൽ ഈ കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടോ? ഇല്ല. അപ്പോൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കരക്കാറ്റും കടൽക്കാറ്റും ഉള്ളതുകൊണ്ട് താപനില പകലാണെങ്കിലും രാത്രിയാണെങ്കിലും വലിയ അളവിലോട്ടേക്ക് കൂടുകയോ വലിയ അളവിലോട്ടേക്ക് കുറയുകയോ ചെയ്യില്ല. അതായത് ഇപ്പം താപനില വല്ലാതെ ഉയർന്നു കഴിഞ്ഞാൽ ഈ കാറ്റ് വരുന്നതുകൊണ്ട് തന്നെ അതിനെ ശമിപ്പിക്കും. ഇനി താപനില വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റുള്ളത് കൊണ്ട് തന്നെ അത് താപനില ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ഈ കരക്കാറ്റും കടൽക്കാറ്റും ഉള്ളതുകൊണ്ട് താപനില വലിയ അളവിലേക്ക് കുറയുകയോ അതുപോലെ തന്നെ വലിയ അളവിലേക്ക് കൂടുകയോ ചെയ്യില്ല, ഒരു മിതമായിട്ട് നിൽക്കും. അപ്പോൾ നമുക്കൊക്കെ, കേരളം ഉൾപ്പെടുന്ന നമുക്കൊക്കെ അതങ്ങനെയാണ്. എന്നാൽ കേരളം ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ പറയുന്നില്ല, പക്ഷേ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ. എന്നാൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലോ അങ്ങനെയല്ല. കരക്കാറ്റോ കടൽക്കാറ്റോ സമുദ്ര സാമീപ്യമില്ല, സമുദ്രത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താ? ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടൽക്കാറ്റോ കരക്കാറ്റോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പകൽ സമയത്ത് നല്ല ചൂടാവും, രാത്രിയാകുമ്പോൾ നല്ല തണുപ്പാവും. നമ്മുടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ അങ്ങനെയാണോ? പകൽ സമയത്ത് ചൂട് ഉണ്ട്, രാത്രി സമയത്ത് തണുപ്പുണ്ട്. പക്ഷെ അത് വലിയ അളവിലേക്ക് ചൂട് കൂടുകയോ വലിയ അളവിലേക്ക് തണുപ്പ് കൂടുകയോ ചെയ്യില്ല, രണ്ടും മിതമായിട്ട് നിൽക്കും. എന്നാൽ കടലിൽ നിന്ന് അകലെ നിൽക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടെ വലിയ അളവിലേക്ക് പകൽ സമയം ചൂട് പോകും, രാത്രിയാകുമ്പോൾ വലിയ അളവിലേക്ക് തണുപ്പ് പോകും, മിതമായിട്ടല്ല. ഇതാണ്. അപ്പോൾ ഇനി ഈ ഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സമുദ്രതീര പ്രദേശങ്ങളിൽ നിന്ന് കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ പ്രദേശത്ത് മിതമായ ചൂടും മിതമായ തണുപ്പുമായിരിക്കും. ബി എന്ന പ്രദേശത്ത് ഉയർന്ന താപനിലയും ഉയർന്ന ശൈത്യവുമായിരിക്കും. പകൽ സമയം ഉയർന്ന താപനിലയും രാത്രി സമയം ഉയർന്ന ശൈത്യവുമായിരിക്കും. ഇനി വേനൽക്കാലം എടുത്തു കഴിഞ്ഞാൽ അതിഭയങ്കരമായുള്ള ചൂടും, ശൈത്യകാലം എടുത്തു കഴിഞ്ഞാൽ അതിഭയങ്കരമായ ശൈത്യവും ഈ ബിയിലായിരിക്കും.
ഏല് വലിയ അളവിലേക്ക് പോവില്ല, ഇതിങ്ങനെ മിതമായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് ഒരു ഘടകം. ഇനി അടുത്ത ഘടകമാണ് സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം മുന്നേ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ പൊതുവെ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നത്. കാരണം എന്താ? കേരളം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് കേരളത്തിന് എന്തുണ്ട്? കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ മിതമായ ചൂടും മിതമായ തണുപ്പുമാണ് അനുഭവപ്പെടാറുള്ളത്. ഇനി അടുത്തതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. താപവിതരണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സമുദ്രജല പ്രവാഹങ്ങൾ. എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് ആദ്യം നോക്കാം. സമുദ്രജല പ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കടലിലെ ജലം, നമ്മുടെ സമുദ്രത്തിലെ ജലം എന്ന് പറയുന്നത് അത് അതിലൊരു പ്രത്യേക ഭാഗം, കുറച്ച് വെള്ളം നമുക്കെടുക്കാം. കടലിലെ എല്ലാ ജലവുമല്ല, എന്നാൽ സമുദ്രത്തിലെ ചില ഭാഗങ്ങളിലെ ചില പ്രത്യേക ജലം അത് ഒരു നദി പോലെ, ഒരു ചാല് പോലെ ഏതെങ്കിലും ഒരു ദിശയിലോട്ടേക്ക് പ്രത്യേകമായിട്ട് ഒഴുകുക അല്ലെങ്കിൽ പ്രവഹിക്കുക. ഇത്തരത്തിലുള്ള പ്രവാഹങ്ങളെയാണ് നമ്മൾ സമുദ്രജല പ്രവാഹങ്ങളെന്ന് വിളിക്കുന്നത്. ഇപ്പം ഒരു സമുദ്രത്തിലെ ജലം, ഇപ്പോൾ ഇവിടെയൊക്കെ ജലമുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തൊരു ജലം എന്ത് ചെയ്യുകയാണ്, കുറച്ചും കൂടെ സ്പീഡിൽ വേറെ ഒരു ദിശയിലോട്ടേക്ക് അത് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഒക്കെ ആവാം, ഒരു നദി പോലെ മാറി പ്രവഹിക്കാൻ തുടങ്ങുക. അതിനെയാണ് നമ്മൾ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് വിളിക്കുക. ഈ സമുദ്രജല പ്രവാഹങ്ങൾ അത് ഉഷ്ണജലപ്രവാഹങ്ങളുമാകാം, ശീതജലപ്രവാഹങ്ങളുമാകാം. ഉഷ്ണജലപ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദി പോലെ മാറി വേറെ ദിശയിലേക്ക് ഒഴുകുന്ന ഈ കടലിലെ ഈ ജലം എന്ന് പറയും. കടലിലെ എല്ലാ ജലവുമല്ല, ചില പ്രത്യേക ഭാഗത്തെ ചില പ്രത്യേക ജലം. ഈ ജലം നല്ല ചൂടുള്ള ജലമാണെങ്കിൽ അതിനെ നമ്മൾ ഉഷ്ണജലപ്രവാഹം എന്ന് വിളിക്കും. അതൊരു പക്ഷേ ആ കടൽ എന്തായിരിക്കും, നല്ല ചൂട് പിടിച്ച് കിടക്കുന്ന കടലാണെങ്കിൽ ആ കടലിലെ പ്രത്യേക ജലം വേറെ ദിശയിലോട്ടേക്ക് ഒഴുകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നല്ല ചൂടുള്ള ജലമല്ലേ, അപ്പോൾ അത് ഉഷ്ണജലമായിരുന്നു. എന്നാൽ തണുത്ത് കിടക്കുന്ന ഒരു കടലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് അത് വേറെ ദിശയിലോട്ടേക്ക് ആ പ്രത്യേക ജലം ഒഴുകുന്നതെങ്കിൽ അതെന്തായിരിക്കും, ശീതജലപ്രവാഹമായിരിക്കും. അപ്പോൾ തണുത്ത ജലങ്ങളും ഉള്ള പ്രവാഹങ്ങളുമുണ്ട്, ഉഷ്ണജലപ്രവാഹങ്ങളുമുണ്ട്. സാധാരണ നമ്മുടെ വേൾഡ് മാപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുവപ്പ് നിറത്തിൽ സാധാരണ നമ്മൾ എന്തടയാളപ്പെടുത്താറുള്ളത്, ഉഷ്ണജലപ്രവാഹത്തെ അടയാളപ്പെടുത്താറ്. നീല നിറത്തിലാണ് നമ്മൾ ശീതജലപ്രവാഹത്തെ അടയാളപ്പെടുത്താറ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചിത്രം 1.8, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നമുക്ക് ഉഷ്ണജലപ്രവാഹങ്ങളുമുണ്ട്, ശീതജലപ്രവാഹങ്ങളും ഉണ്ടെന്ന് പറയാം. ഈ ഉഷ്ണജലപ്രവാഹങ്ങളും ശീതജലപ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യുന്നു. അതായത് ഞാൻ പറഞ്ഞു, ഈ പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്തേക്ക് പ്രവഹിക്കുകയാണല്ലോ ഈ ജലം, അത് ഉഷ്ണജലമാണെങ്കിൽ ഈ ഉഷ്ണജലപ്രവാഹം ഏതൊക്കെ സ്ഥലത്തു കൂടെ പോകുന്നുണ്ടോ അവിടങ്ങളിലൊക്കെയുള്ള ഭാഗങ്ങളിൽ എന്താവും, ആ തീരപ്രദേശങ്ങളിലൊക്കെ എന്താവും, ചൂട് കൂടും. എന്നാൽ ഈ കടന്നു പോകുന്നത് ശീതജലപ്രവാഹമാണെങ്കിലോ അത് ആ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ചൂടാണെങ്കിൽ അവിടെ ചൂടിനെ കുറച്ച് തണുപ്പാക്കും. ഇനി ഈ ഉഷ്ണജലപ്രവാഹം കടന്നു പോകുന്നത് ഒരു ചൂടുള്ള സ്ഥലത്ത് കൂടിയാണെങ്കിലോ അത് കൂടുതൽ ചൂട് ആക്കും, ചൂടിനെ കൂട്ടും. ഇനി നമുക്ക് ശീതജലപ്രവാഹം കടന്നു പോകുന്നത് ഒരു തണുത്ത പ്രദേശത്തു കൂടിയാണെങ്കിലോ അവിടുത്തെ തണുപ്പിനെ കൂട്ടും. അപ്പോൾ ഒന്നെങ്കിൽ ചൂടിനെ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും. ഇതാണ് ഉഷ്ണജലപ്രവാഹങ്ങളും ശീതജലപ്രവാഹങ്ങളും ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ഉഷ്ണജലപ്രവാഹമാണെങ്കിൽ അത് ചൂട് ജലപ്രവാഹമാണ്. ഈ ജലപ്രവാഹം കടന്നു പോകുന്നത് ചൂടുള്ള സ്ഥലത്തു കൂടിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, അവിടുത്തെ ചൂട് കൂടും. തണുത്ത സ്ഥലത്തു കൂടിയാണ് ഈ ഉഷ്ണജലപ്രവാഹം പോയതെങ്കിൽ അവിടുത്തെ ചൂട് കുറഞ്ഞ് തണുത്ത സ്ഥലത്തു കൂടിയാണെങ്കിൽ അവിടുത്തെ തണുപ്പ് കുറഞ്ഞ് അവിടെ തണുപ്പ് കുറയാനുള്ള കാരണമാവും. ഇനി ഒരു ശീതജലപ്രവാഹമാണ് ഒരു സ്ഥലത്തു കൂടെ പോകുന്നത്, ആ സ്ഥലം എന്ന് പറയുന്നത് നല്ല തണുത്ത സ്ഥലമാണെങ്കിൽ അവിടുത്തെ തണുപ്പ് കൂടും.
ഇത് വീണ്ടും തണുത്ത ജലപ്രവാഹം വരുന്നതുകൊണ്ട്. എന്നാൽ ഈ ശീതജലപ്രവാഹം കടന്നു പോകുന്നത് ഒരു ചൂടുള്ള സ്ഥലത്തു കൂടിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ആ ചൂടുള്ള സ്ഥലത്തു കൂടെ ഒരു തണുത്ത ജലപ്രവാഹം പോകുമ്പോൾ അവിടുത്തെ ചൂട് കുറയും. ഇങ്ങനെയാണ് ഈ ഉഷ്ണജലപ്രവാഹങ്ങളും ശീതജലപ്രവാഹങ്ങളും തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉഷ്ണജലപ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുമ്പോൾ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്കുകിഴക്കൻ തീരങ്ങളിൽ ലാബ്രഡോർ ശീതജലപ്രവാഹത്തിൻ്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇവിടെ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം എന്ന് പറയുന്ന ഒരു ഉഷ്ണജല പ്രവാഹത്തെ പറ്റിയിട്ടും ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം എന്ന് പറയുന്ന ഒരു ഉഷ്ണജല പ്രവാഹത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ ലാബ്രഡോർ എന്ന് പറയുന്ന ഒരു ശീതജല പ്രവാഹത്തെ പറ്റിയിട്ടുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഉത്തര അറ്റ്ലാന്റിക് ഉഷ്ണജല പ്രവാഹമായിട്ടുള്ള ഒരു ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുന്നു. ഇപ്പോൾ ഇവിടെ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഇതാണ് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം. ഈ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം എന്താ പറഞ്ഞിട്ടുള്ളത്, അത് ഉഷ്ണജല പ്രവാഹമാണ്, ചൂടുള്ളതാണ്. ഇത് യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുകയാണ്. ഇത് യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല തണുപ്പുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ ഈ തണുപ്പുള്ള പ്രദേശത്തേക്ക് ഈ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം എത്തുന്നതോട് കൂടിയിട്ട് എന്താ സംഭവിച്ചത്, അവിടുത്തെ തണുപ്പ് കുറഞ്ഞു. അപ്പോൾ അവർക്ക് നല്ല കൊടും തണുപ്പിൽ നിന്ന് അവർക്ക് അതൊരു ആശ്വാസമായി. മനസ്സിലായില്ലേ? ഇനി ഇതേ അക്ഷാംശത്തിൽ തന്നെ നിൽക്കുന്ന മറ്റൊരു ഭാഗമാണ് കാനഡ. കാനഡയിലേക്ക് വന്നത് എന്താണ്, കാനഡയിലോട്ടേക്ക് വന്നത് ലാബ്രഡോർ പ്രവാഹമാണ്. ലാബ്രഡോറിൻ്റെ പ്രത്യേകത എന്താണ്, ലാബ്രഡോർ ഒരു ശീതജല പ്രവാഹമാണ്. ഈ ശീതജല പ്രവാഹം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, തണുത്ത ജലപ്രവാഹം. കാനഡ എന്ന് പറയുന്നത് ഓൾറെഡി തണുത്ത സ്ഥലമാണ്. അവിടേക്ക് എന്ത് വരികയാണ്, വീണ്ടും തണുത്ത ഒരു ജലപ്രവാഹം, ശീതജലപ്രവാഹമായിട്ടുള്ള ലാബ്രഡോർ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, കാനഡയുടെ തണുപ്പ് കൂടി. അപ്പോൾ കൊടും തണുപ്പിൽ വീണ്ടും അമരാൻ ആര് കാരണമായി, ലാബ്രഡോർ ശീതജലപ്രവാഹം കാരണമായി. യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തണുപ്പിൽ നിന്ന് ഉഷ്ണജലപ്രവാഹമായിട്ടുള്ള നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഉഷ്ണജലപ്രവാഹമായിട്ടുള്ള ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം എത്തിയപ്പോൾ അവിടുത്തെ തണുപ്പ് കുറഞ്ഞു. എന്നാൽ തണുപ്പുള്ള സ്ഥലത്തേക്ക് ഒരു ശീതജല പ്രവാഹം എത്തിയപ്പോൾ, അതായത് കാനഡ എന്ന് പറയുന്നത് തണുത്ത സ്ഥലമായിരുന്നു, അവിടേക്ക് ആരെത്തി, നമ്മുടെ ലാബ്രഡോർ ശീതജല പ്രവാഹം എത്തിയപ്പോൾ അവിടുത്തെ തണുപ്പ് വീണ്ടും കൂടി. അത് മാസങ്ങളോളം വീണ്ടും കൊടും തണുപ്പിൽ കാരണമായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സമുദ്രജല പ്രവാഹങ്ങൾ സ്വാധീനിക്കുന്നത്. മനസ്സിലായോ? അടുത്തത്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അവസാനമായിട്ട് പറയുന്നത് ഭൂപ്രകൃതിയാണ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് ഭൂപ്രകൃതിയാണ്. ഓക്കെ, ഇവിടെ ചിത്രം 1.9 നിരീക്ഷിക്കൂ. ഇതിൽ A-B എന്നിങ്ങനെ അടയാളപ്പെടുത്തി നൽകിയിട്ടുള്ള പർവ്വത ചെരുവുകളിൽ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക? ഇതവിടെ A അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ B അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യരശ്മികൾ വരികയാണ്. അപ്പോൾ സൂര്യരശ്മികൾ Aയിലും പതിക്കുന്നുണ്ട്, Bയിലും പതിക്കുന്നുണ്ട്. ഇതിൽ എവിടെയായിരിക്കും കൂടുതലായിട്ട് ലഭിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ഭൂപ്രകൃതിക്കനുസരിച്ച് ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞില്ലേ? സൂര്യപ്രകാശ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യൻ അഭിമുഖമായ പർവ്വത ചെരുവുകളിൽ താരതമ്യേന താപനില കൂടുന്നതിനും വിപരീത ചെരുവുകളിൽ താപനില കുറയുന്നതിനും കാരണമാകും. അപ്പം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ സൂര്യരശ്മികൾ വരികയാണ്. ഇപ്പോൾ സൂര്യൻ അഭിമുഖമായിട്ടുള്ള പർവ്വത പ്രദേശങ്ങൾ എടുക്കുമ്പോൾ അവിടെ പതിക്കും. അപ്പോൾ ബിയിൽ നല്ല സൂര്യരശ്മി പതിക്കുന്നുണ്ട്. എന്നാൽ എയിൽ അങ്ങനെയാണോ? എ എന്ന് പറയുമ്പോൾ എന്നെ ക്രോസ് ചെയ്ത് സൂര്യൻ്റെയും എൻ്റെയും ഇടയിൽ ഒരു പർവ്വതമുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യരശ്മികൾ അത്രത്തോളം ലഭിക്കില്ല. അപ്പോൾ എയിലാണോ ബിയിലാണോ കൂടുതൽ സൂര്യരശ്മികൾ പതിക്കുന്നത്, ലംബമായി പതിക്കുന്നത് ബിയിലാണ്. അപ്പോൾ എവിടെയായിരിക്കും ചൂട് കൂടുതൽ? ബിയിൽ. എയിൽ അങ്ങനെയാണോ? സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നില്ല, അതിനിടയിൽ ഒരു പർവ്വതം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ
കുറച്ച് താപനിലയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ ഭൂപ്രകൃതിയും നമുക്ക് എടുത്തുനോക്കാം. ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളും ഒരേ ഉയരത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. ചില പ്രദേശങ്ങൾ നല്ല ഉയരത്തിലുണ്ട്, ചില പ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്, സമുദ്രനിരപ്പിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുണ്ട്. നമ്മളൊക്കെ കേരളം എന്നൊക്കെ പറയുന്നത് സമുദ്രനിരപ്പിനോട് ചേർന്ന പ്രദേശങ്ങളാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ സമുദ്രനിരപ്പിൽ താഴെയുള്ള പ്രദേശങ്ങളുണ്ട്. ആലപ്പുഴയിലെ കുട്ടനാടൊക്കെ, എറണാകുളത്തെ വൈപ്പിനൊക്കെ പോലുള്ള സ്ഥലങ്ങൾ. എന്നാൽ കേരളത്തിൽ തന്നെ മൂന്നാർ പോലത്തെ നല്ല ഉയരം കൂടിയ സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഉയരം കൂടിയ സ്ഥലങ്ങൾ, ഉയരം കുറഞ്ഞ സ്ഥലങ്ങൾ, ഇങ്ങനെ ഭൂമിയിലെ ഓരോ പ്രദേശങ്ങളും വളരെ ഉയരം കൂടിയതോ അല്ലെങ്കിൽ താഴ്ന്നതോ അല്ലെങ്കിൽ സമുദ്രത്തിനോട് ചേർന്നതോ ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്തായാലും ഇപ്പോൾ നമുക്കൊരു പർവ്വതത്തിൻ്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പർവ്വത പ്രദേശത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു പർവ്വതത്തിന് അഭിമുഖമായിട്ട്, സൂര്യന് അഭിമുഖമായിട്ടുള്ള പർവ്വതത്തിൻ്റെ ഭാഗത്ത് സൂര്യരശ്മികൾ കൂടുതൽ ലഭിക്കും. എന്നാൽ ഓപ്പോസിറ്റുള്ള ഭാഗത്തോ സൂര്യൻ്റെ രശ്മികൾ ലംബമായി പതിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ കുറച്ചാണ് സൂര്യപ്രകാശം ലഭിക്കുക. അപ്പോൾ ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്, അത് സൂര്യൻ അഭിമുഖമായിട്ട് നിൽക്കുന്ന ഉയരം കൂടിയ സ്ഥലമാണോ, സൂര്യന് അഭിമുഖമല്ലാതെ നിൽക്കുന്ന പ്രദേശമാണോ, അതനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു തവണ ഒരു ദിവസത്തിൽ ഒരു ഭാഗത്ത് കൂടുതൽ കിട്ടുമ്പോൾ മറ്റൊരു ഭാഗത്ത് കുറച്ച് കിട്ടും. എന്നാൽ തിരിച്ച് അതിൻ്റെ സ്ഥാനം മാറുന്നതനുസരിച്ച് മാറും. എന്തായാലും ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഭൂപ്രകൃതി ഓരോന്നും ഭൂപ്രകൃതിക്കനുസരിച്ച് ഇവിടെ മാത്രം നോട്ട് ചെയ്താൽ മതി. ഭൂപ്രകൃതിക്കനുസരിച്ച് ഭൂമിയിലെ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് സൂര്യപ്രകാശ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വത ചെരുവുകളിൽ താരതമ്യേന താപനില കൂടുന്നതിനും വിപരീത ചെരുവുകളിൽ താപനില കുറയുന്നതിനും കാരണമാകുന്നു. അപ്പോൾ ഒരു ഭൂപ്രകൃതിയുടെ അനുസരിച്ചിട്ടും ആ ഭൂപ്രകൃതിക്കനുസരിച്ചിട്ട് താപനില കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് പർവ്വതത്തിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ ഒരു പർവ്വതത്തിൻ്റെ സൂര്യന് അഭിമുഖമായ പർവ്വത ചെരുവിൽ എന്ത് ലഭിക്കുന്നു? കൂടുതൽ താപനില കിട്ടുന്നു. അല്ലാത്ത സ്ഥലത്തോ കുറച്ച് താപനില കിട്ടുന്നു. ഇതാണ് വ്യത്യാസമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം.